ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിന് അനുബന്ധിച്ച് GVHS ചെട്ടിയാങ്കണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പ്രോഗ്രാമുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നേരെ നമുക്ക് വീഡിയോയിലോട്ട് ലെറ്റ്സ് ഗോ. വിളക്ക് വെച്ചു ഞങ്ങളെ വിരിഞ്ഞു നിന്നതാനിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വെച്ചു ഞങ്ങളെ സമസ്ത സുന്ദരോജ്വല പ്രഭാതകാന്തി ചിന്തിടും സുമംഗളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ അഗാധ നീലവാനമാ കരമുയർത്തി ഞങ്ങളെ അനുഗ്രഹിക്ക് നിത്യകേ നിതാന്തവസരോത്സുഖം നിതാന്തവസരോത്സുഖം നിതാന്തവസരോത്സുഖം. അടുത്തതായി ഭാരതാംബയുടെ മൂവർണ്ണക്കൊടി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ വാനിലേക്ക് ഉയർത്തുകയാണ്. അതിനുവേണ്ടി സാദരം ടീച്ചറെ സ്വാഗതം ചെയ്യും. झंडा ऊंचा रहे हमारा विजय विश्व तिरंगा प्यारा झंडा ऊंचा रहे हमारा विजय विश्व तिरंगा प्यारा सदा शक्ति सरसाने वाला प्रेम सुधा बरसाने वाला वीरों को हर्षाने वाला मातृभूमि का तन मन सारा झंडा ऊंचा रहे हमारा विजय विश्व तिरंगा प्यारा झंडा ऊंचा रहे हमारा विजय विश्व तिरंगा प्यारा. പ്രിയപ്പെട്ട അധ്യാപകരെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഏവർക്കും 78ാമത് സ്വാതന്ത്ര്യദിന ആശംസകൾ. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും പടപൊരുതി ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യം നേടിയെടുത്ത സുവർണ ദിനം. ഇന്ത്യക്ക് വേണ്ടി, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ഝാൻസി റാണി, അങ്ങനെ ജീവത്യാഗം ചെയ്തവരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയവരുമായ ധീരദേശാഭിമാനികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നമ്മുടെ സ്വാതന്ത്ര്യം കാത്തു സംരക്ഷിക്കുന്ന അതിർത്തിയിൽ നമുക്ക് വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നിൽക്കുന്ന നമ്മുടെ ധീര ജവാന്മാരുടെയും അതോടൊപ്പം തന്നെ ജീവത്യാഗം ചെയ്തവരും നമ്മൾ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. നല്ലൊരു ഭാരതത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ കുട്ടികൾക്ക് കഴിയണം. പ്രകൃതി ദുരന്തം നേരിട്ട വയനാട്ടിൽ സൈനികരും നാടും ഇന്ത്യ ഒട്ടാകെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ആ നാടിനെ ഉയർത്താനായിട്ട് അക്ഷീണം ശ്രമിച്ചു എന്നുള്ളത് നന്ദിയോടുകൂടി നമുക്ക് ഈ അവസരത്തിൽ സ്മരിക്കാം. സ്കൗട്ട്, NSS, അങ്ങനെ നേതൃനിരയിലുള്ള വിദ്യാർത്ഥികൾ ഇന്ന് അവരുടേതായ രീതിയിൽ, മനോഹരമായ രീതിയിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനായിട്ട് ഒരുങ്ങിയെത്തിയിട്ടുണ്ട്. ഇതിനുശേഷം JRC കുട്ടികൾ റാലിക്കായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭാരതത്തിൻ്റെ വളർച്ചയ്ക്കായി ഒറ്റക്കെട്ടായി ജാതിമത വർഗം വിദ്വേഷമില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കണം. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ 78ാം സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു മാഡം. അടുത്തതായി മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ ശ്രീ പ്രസാദ് സാറിനെ സാദരം സ്വാഗതം ചെയ്യുന്നു.
ഭാരതത്തിൻ്റെ 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, PTA ഭാരവാഹികളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, സ്വതന്ത്ര ഇന്ത്യക്ക് 77 വയസ്സ് പൂർത്തിയായി. നമ്മൾ ഇന്ന് 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. തൊട്ടു മുമ്പ് സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം. നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഞാനൊക്കെ അത് മനസ്സിലാക്കിയത് എല്ലാ പഠനവും കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന ആ വിശേഷണത്തിൻ്റെ ഭംഗി അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കുന്നത്. ലോകത്തിൻ്റെ ഏറെക്കുറെ എല്ലാ വൻകരകളിലും എല്ലാ സമയമേഖലകളിലും ബ്രിട്ടന് കോളനികളുണ്ടായിരുന്നു. അപ്പോൾ ലോകത്തിൽ എല്ലാ ഭാഗത്തും കോളനികൾ ഉള്ളതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കോളനിയിൽ സൂര്യൻ അസ്തമിക്കുമ്പോഴും വേറൊരു കോളനിയിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകത്തെ വളരെ വിപുലമായി കോളനിവൽക്കരിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്ത ഒരു രാജ്യമായിരുന്നു ബ്രിട്ടൻ. ആ ബ്രിട്ടനെയാണ് നമ്മൾ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് വിശേഷിപ്പിച്ചത്. മഹത്തായ ബ്രിട്ടൻ മറ്റ് രാജ്യങ്ങളെയും മറ്റ് ജനതകളെയും അധീശത്വത്തിന് കീഴിലാക്കുന്നതും അവരെ ചൂഷണം ചെയ്യുന്നതും ഗ്രേറ്റ്നെസ് അല്ല, മഹത്വമല്ല. ഇതിൻ്റെ എല്ലാം വഴികളിലൂടെയാണ് ഇന്ത്യ എന്ന രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നെത്തിയത്. സ്വാതന്ത്ര്യം ആരുടെയും സമ്മാനമായി. പ്രസിഡന്റ് മാലിക് സാഹിബ് അടക്കമുള്ള PTA ഭാരവാഹികൾ ഇവിടെയുണ്ട്. അവരെല്ലാം ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചതായി അറിയിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് സ്പീച്ച് നിർവഹിക്കുന്നതിന് വേണ്ടി റിയ ഫാത്തിമ എന്ന വിദ്യാർത്ഥിനിയെ സ്വാഗതം ചെയ്യുന്നു. Good morning everyone. Respected principal, teachers and all my dear friends. First of all, I wish you a very happy Independence Day. I feel great pride to present this speech. This day is the most important day for all of us because on this day in 1947 we all got independence from British rule. Our great freedom fighters like Mahatma Gandhi, Jawaharlal Nehru, Bhagat Singh, Rani Lakshmi Bai and others devoted their entire life for the independence of our country. We were fortunate that we are born in an independent country and we have our own fundamental rights. Our freedom is priceless. We all know that no nation is perfect. It needs to be made perfect. So it is our responsibility to sincerely perform our duty together for the growth of our country. Thank you. Jai Bharat Jai. देश हमारा हमको प्यारा भारत वर्ष महान, हर बच्चा गा रहा है जय जननी हिंदुस्तान। देश हमारा प्यारा भारत वर्ष महान, हर बच्चा गा रहा है जय जननी हिंदुस्तान। हर विपदा हो हंसकर सहज जाएंगे जाएंगे, धरती के कंगन में दीप जलाएंगे। हर विपदा हो हंसकर सहज जाएंगे, धरती के कंगन में दीप जलाएंगे। भारत का बच्चा बच्चा युगदारा है युगदारा है, भारत का बच्चा बच्चा युगदारा है। सत्य हिंसा अमर रहे यह नारा है, गांधी और गौतम भी इस धरती पर हम भी अभिमान। गांधी
और गौरव में इस धरती पर हम भी अभिमान। वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे मातरम। देश हमारा हमको प्यारा, भारतवर्ष महान। हर बच्चा गा रहा है जय जननी हिंदुस्तान। मेरा भारत महान, मेरा भारत महान, मेरा भारत महान। അടുത്തതായൊരു ഉപഹാര കൈമാറ്റമാണ്. സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഫസ്റ്റ് പ്ലേസ് നേടിയ ഫാത്തിമ തസ്നി MK, സെക്കൻഡ് പ്ലേസ് നേടിയ അൻസിയ തസ്നി P എന്നിവർ മുന്നോട്ട് വരേണ്ടതാണ്. അവർക്കുള്ള പ്രൈസ് 8A അതുപോലെ സെക്കൻഡ് പ്ലേസ് നേടിയ നന്ദന ആൻപാട്ട 10A. ഫാത്തിമ ഷിഫ്ന പതാക നിർമ്മാണ മത്സരത്തിൽ ഫസ്റ്റ് പ്ലേസ് നേടിയ അഭിനവ് TP 9B. അഭിനവ് TP. സെക്കൻഡ് പ്ലേസ് നേടിയ പ്രണവ് 9B. ഇവർ മുന്നോട്ട് വരേണ്ടതാണ്. അവർക്കുള്ള പ്രൈസ് പ്രസാദ് സർ HM വിതരണം ചെയ്യുന്നു. സാദരം സ്വാഗതം ചെയ്യുന്നു. മലയാളം സ്പീച്ച് ബൈ ഇഷ നദാഷ. ബഹുമാന്യരെ, ഇന്ന് ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം. ബ്രിട്ടീഷ് അടിച്ചമർത്തലിൽ നിന്നും മോചിതരായ നമ്മളിന്ന് 78ാം വാർഷികമാണെന്ന്. രാജ്യമെങ്ങും ത്രിവർണ്ണ പതാക വാനോളം ഉയരുമ്പോൾ ഭാഷയുടെയും വേഷത്തിന്റെയും അതിർത്തികളെല്ലാം മറികടന്ന് ഓരോ ഭാരതീയനും ഇന്ന് അഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തുന്നു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ നിന്നും മോചിതരായിരിക്കുകയാണ് ഇന്ന് നാം. നമ്മുടെ വിദ്യാലയത്തിൽ ഇന്ന് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ഏവർക്കും ആശംസകൾ നേർന്നു. പരിപാടികൾക്ക് PTA ഭാരവാഹികളും അതുപോലെ SMC ഭാരവാഹികളും അടക്കം ഒരുപാട് വിശിഷ്ടാതിഥികൾ ഇവിടെയുണ്ട്. അവരെല്ലാം ആശംസകൾ അർപ്പിച്ചതായി അറിയിച്ചിട്ടുണ്ട്. ഇനി വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അതിനുവേണ്ടി VHSയിലെ ഷൈജു സാറെ സ്വാഗതം ചെയ്തു. സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയ സഹപ്രവർത്തകരെ, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 78 വർഷം പൂർത്തിയാകുന്നതിൻ്റെ ആഘോഷങ്ങൾ ഇന്ന് എല്ലാ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും നമ്മളെല്ലാവരും ഓരോ മനസ്സോടുകൂടി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ പൂർവ്വ മഹാത്മാക്കളെല്ലാം വളരെ ത്യാഗോജനമായ പരിശ്രമങ്ങൾ കൊണ്ട് നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം, നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം ശരിയായ രീതിയിൽ അനുഭവിക്കുന്നതിനും അതിനെതിരെ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ ചെറുക്കുന്നതിനുമുള്ള കടമ നമുക്കെല്ലാവർക്കുമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് പതാക ഉയർത്തുകയും നമ്മളോട് സംസാരിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഡേസമ ടീച്ചറിന് ആദ്യമേ നന്ദി പറയുന്നു. ഈ ചടങ്ങിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മളോട് ഇവിടെ എത്തിച്ചേർന്ന് സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങ് മനോഹരമാക്കിയ PTA SMC ഭാരവാഹികൾക്കും PTA പ്രസിഡന്റ്, SMC ചെയർമാൻ, മറ്റെല്ലാ ഭാരവാഹികൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ ഇന്നത്തെ ചടങ്ങിന് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ചെറിയ സമയം കൊണ്ട് തന്നെ വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന ബഹുമാനപ്പെട്ട ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ പ്രസാദ് സാറിന് ഈ ചടങ്ങിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും, സ്കൂളിൻ്റെ വിവിധ സംഘടനകളിലെ ചാർജുള്ള ARC NSSൻ്റെ എല്ലാ ചാർജുള്ള ഓഫീസർമാർക്കും
എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രത്യേകിച്ച് ഈ ചടങ്ങ് മനോഹരമാക്കാനായിട്ട് വളരെയധികം നല്ല രീതിയിൽ ഇന്നിവിടെ ചടങ്ങിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന JRC NSSന്റെയും മറ്റെല്ലാ വിദ്യാർത്ഥികളെയും സഹപ്രവർത്തകർക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. താങ്ക് യു സർ. അടുത്തതായി നാഷണൽ ആന്തമാണ്. അതിനുവേണ്ടി നാഷണൽ ആന്തത്തിന്റെ ടീമിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഈ നാഷണൽ ആന്തം കഴിഞ്ഞ ശേഷം നമ്മുടെ സ്വാതന്ത്ര്യദിന സന്ദേശ റാലി ഈ സ്കൂൾ പരിസരത്ത് നിന്ന് ചെട്ടിയാൻകിണർ അങ്ങാടിയിലേക്ക് പ്രയാണം ആരംഭിക്കുകയാണ്. അതിൽ എല്ലാ JRC, NGC, ലിറ്റിൽ കെയർസ്, അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അടക്കമുള്ള എല്ലാ ടീമുകളും എല്ലാ വിദ്യാർത്ഥിനികളും പങ്കെടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. കുട്ടികളെല്ലാം അവിടെ തന്നെ നിൽക്കുക. നിങ്ങൾക്ക് മിഠായി വിതരണം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിരിഞ്ഞു പോകാം. ഭാരതാംബയുടെ 78ാമത് സ്വദേശാസിയും അതിന് ജീവത്യാഗം ചെയ്ത് ഭാരതാംബയുടെ ഹരിതതുകള കുപ്പമുപ്പതാക പാളിക്കളിക്കാൻ ഭാഗമായ പോരാട്ടം നടത്തി ജനോത്സവതയുടെ വീര്യവും ശൂര്യവും പകർന്ന ധീരദേശാഭിമാനികൾ കരച്ചോര കൊണ്ട് കവിത എഴുതിയ പോരാട്ട നാളുവടികൾക്ക് അറുതിയായി അധിനിവേശ ശക്തികളെ കെട്ടുകെട്ടിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഉജ്ജ്വല സ്മരണകളിലെത്തി വീണ്ടും ഒരു ഓഗസ്റ്റ് 15 നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെട്ടിയാൻകിണർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിക്കുന്ന ഐതിഹാസികമായ വർണ്ണാഭമായ വർണ്ണശബളമായ സ്വാതന്ത്ര്യദിന സന്ദേശ റാലിയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നിന്ന് പ്രയാണം ആരംഭിക്കുന്നത്. ഈ സ്വാതന്ത്ര്യദിന സന്ദേശ റാലിയിൽ ഏറ്റവും മുന്നിലായി പൂച്ചെണ്ടുകൾ 1000 വാരി വിതറുക. പറങ്കിപ്പടയുടെയും വെള്ളക്കാരുടെയും ചീറിയെടുക്കുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ സ്വന്തം നെഞ്ചുവിരിച്ച വീരേതിഹാസം ലഭിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെയും സ്വാതന്ത്ര്യത്തിന്റെ ജീവവായുവിനായി അക്ഷീണം പ്രയത്നിച്ച മൗലാന അബുൽ കലാം ആസാദിന്റെയും സ്വാതന്ത്ര്യദിന സന്ദേശ റാലിയുടെ വാഹനത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആശീർവദിക്കുക പ്രിയമുള്ളവരെ, അഭിനന്ദിക്കുക, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ 1000 വാരി വിതറുക. വന്ദേ മാതരം, ഭാരത മാതാവ് നീനാൾ വാഴട്ടെ, വിപ്ലവം നീനാൾ വാഴട്ടെ, പിറന്ന മണ്ണിന്റെ സംരക്ഷണത്തിനായി ജീവത്യാഗം ചെയ്തു വാഹനത്തിന്റെ തൊട്ടുമുന്നിലായി നിരവധി ഒട്ടനവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നുവന്നുകൊണ്ടിരിക്കുന്നു. JRCയുടെയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെയും ലിറ്റിൽ കെയർസിന്റെയും NSS വോളണ്ടിയേഴ്സിന്റെയും അകമ്പടിയോടുകൂടി സ്വാതന്ത്ര്യദിന സന്ദേശങ്ങൾ ഉറക്കെ വിളിച്ചുകൊണ്ട്
ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നിലായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ സ്വാതന്ത്ര്യദിന സന്ദേശ റാലിക്ക് കൃത്യമായ സ്വീകരണം നൽകിയ ഈ പ്രദേശത്തിന്റെ ജാജ്വലിച്ചു നിൽക്കുന്ന ക്ലബായ ഗാലക്സി ഞങ്ങളുടെ 1000 നന്ദി അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ സ്വാതന്ത്ര്യദിന സന്ദേശ റാലി സഹന സമര പോരാട്ടത്താൽ നേടിയെടുത്ത സ്വാതന്ത്ര്യം നമ്മുടെ നാടിൻ സ്വാതന്ത്ര്യം കൈവിടാതെ സംരക്ഷിക്കാൻ ഒത്തുചേരാൻ കൈകോർക്കാം ജനാധിപത്യം സംരക്ഷിക്കാൻ മതേതരത്വം നിലനിർത്താൻ ഒന്നിച്ചൊന്നായി അണിചേരാം ഭാരതാംബയുടെ മൂന്നിലൂടെ അന്തരീക്ഷത്തെ ആഞ്ഞുവീശി സ്വാതന്ത്ര്യദിന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിവെച്ച് ജയാസിയുടെയും സ്പോർട്സ് ഗേൾസിന്റെയും വോളണ്ടിയേഴ്സിനെയും स्वातंत्र्य आवेशम राष्ट्रത്തിന്റെ ഉണർവ് हम होंगे कायम ഞങ്ങൾ ചെയ്യും तुम मुझे खुद दो मैं तुम्हें പഞ്ചായത്ത് മെമ്പർമാരെയും പാർട്ടികൾ പ്രതിനിധീകരിച്ചുകൊണ്ട് സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംവദിക്കുന്ന എല്ലാ നേതാക്കളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പ്രിയങ്കരനായ എച്ച് എം ശ്രീ പ്രസാദ് സാറിനെയും ഈ ചടങ്ങിൽ വന്നെത്തിയുള്ള
ലിബാസ് മൊയ്തീൻ സാഹിബ്, ഷാജു കാട്ടകത്ത്, അതുപോലെ തന്നെ മുസ്തഫ കളത്തിങ്ങൽ, കുഞ്ഞുമൊയ്തീൻ സാഹിബ് അടക്കമുള്ള എല്ലാവരെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടി ആദ്യമായി പെരുമണ്ണക്ലാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമ അവர்களോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ഏറ്റവും പ്രിയപ്പെട്ട പെരുമണ്ണക്ലാരി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ ലിബാസ് മൊയ്തീൻ, അത് ഏറ്റവും വിപുലമായി ആഘോഷിക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും കടമയാണ്. അതാണ് GVHS ചെട്ടിയാങ്കണർ ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പഞ്ചായത്തിലേക്ക് ഈ സന്ദേശ റാലിയുമായി എത്തിയ മുഴുവൻ ബഹുമാനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമ, വേദിയിലുള്ള എൻ്റെ സഹപ്രവർത്തകരായ ജനപ്രതിനിധികൾ മുസ്തഫ, ഷാജു, നിവേദിനാഥ, ബഹുമാനായ HM അടക്കമുള്ള അധ്യാപകരെ, ഏറെ സ്നേഹമുള്ള എൻ്റെ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികളുടെ മുന്നിൽ നമ്മളത് ഈ ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി എല്ലാ നിലക്കും പോരാടിയ മഹാത്മാഗാന്ധി അടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ നമ്മുടെ നാടടക്കം 1921 സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച കലാപങ്ങൾ അടിച്ചമർത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ആരി ക്യാമ്പടക്കം സ്റ്റാൻഡിംഗ് ചെയർമാൻ ലിബാസ് മൊയ്തീൻ, നമ്മുടെ തലങ്ങളായിട്ടുള്ള ഷാജു കാട്ടകത്ത്, കുഞ്ഞുമൊയ്തീൻ KK, ചെട്ടിയാങ്കണർ സ്കൂൾ PTA പ്രസിഡന്റ് മാലിക്, ഹൈസ്കൂൾ HM, മറ്റ് അധ്യാപക സുഹൃത്തുക്കൾ, PTA ഭാരവാഹികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, ആദ്യമായി ഈ സ്വാതന്ത്ര്യ സംരക്ഷിച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട് നേടിയെടുത്ത ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ഇത് ലോകത്ത് തന്നെ മാത്രമായിട്ടുള്ള ഈ രാജ്യമായി മാറിയിരിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ അവർ പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി. പലതരത്തിലുള്ള ഭാഷകൾ, വസ്ത്രങ്ങൾ,